ഏട്ടന്റെ വലിയ മനസ്സിനെ അവരെല്ലാവരും എന്തെങ്കിലും മനസ്സിലാക്കി ഏട്ടനെ അന്വേഷിച്ച് വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഏട്ടാ. ഞാൻ അവരെ വിട്ട് പിരിഞ്ഞിരുന്നാലും എന്റെ മനസ്സെപ്പോഴും അവരോടൊപ്പം തന്നെ ആയിരിക്കും വസുന്ധര. അവര് വന്നാലും ഇല്ലെങ്കിലും അവരൊക്കെ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി. അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. വരാനും ഞാൻ അനുവദിക്കില്ല. ഏട്ടനെ പോലൊരു വലിയ മനുഷ്യനെ ഇത്രയും നാളും അവരോടൊപ്പം ഉണ്ടായിരുന്നത് അവരുടെയൊക്കെ ഭാഗ്യമാണ്. അല്ല വസുന്ധര, അനാഥനായിട്ട് ജീവിക്കേണ്ടിയിരുന്ന എനിക്ക് ഇങ്ങനൊരു കുടുംബം കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. ഇതുവരെ ഒരു അച്ഛൻ്റെ അമ്മയുടെ കുറവ് അറിയിച്ചിട്ടില്ല എന്നെ. ആ കടപ്പാട് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതെല്ലാം കുറഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നത്. സ്വത്തുക്കൾ മാത്രമേ ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളൂ, അല്ലാതെ അവരെയല്ല. ഏട്ടന്റെ നല്ല മനസ്സിന് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. വേഗം തന്നെ എല്ലാവരും ഒത്തൊരുമിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. എന്താ ഇത്, ഒരു മരണ വീട് പോലെ എല്ലാരും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും പറ പിള്ളാരെ. സ്വത്ത് മുഴുവനും അബിയുടെയാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇനി എന്ത് പറയാനാ ഇളയമേ? വലിയ ട്വിസ്റ്റല്ല അച്ഛനിപ്പോ പറഞ്ഞത്. ഇത്രയും നാള് സ്വത്തല്ല നമ്മുടേതെന്നാ കരുതിയത്. അങ്ങനെ വിചാരിച്ചാണ് എന്റെ മോം ഡാഡി നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അഖിൽ. ഇപ്പൊ നിനക്ക് സ്വത്തില്ലെന്നറിഞ്ഞാ എന്റെ മോം എന്നെ ഈ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പോ നീ കല്യാണം കഴിച്ചത് എന്റെ സ്വത്ത് കണ്ടിട്ടാ? ഞാൻ നിന്നെ സ്നേഹിച്ച് തന്നെയാ കല്യാണം കഴിച്ചത്. പക്ഷെ എന്റെ മോമും ഡാഡും ഈ സ്വത്തെല്ലാം കണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. നമ്മളുമായിട്ട് രക്തബന്ധം ഇല്ലാത്ത ഒരുത്തൻ എന്തിനാ ഈ വീട്ടിലെന്ന് വിചാരിച്ചിട്ട് അബി ഇവിടുന്ന് ഓടിച്ചത്? ഇപ്പൊ അവന്റെ സ്വത്ത് എങ്ങനെ അനുഭവിക്കാനാ നമ്മള്? അവന്റെ സ്വത്ത് നിങ്ങളുടെ സ്വത്താക്കി മാറ്റിയാ നിങ്ങക്ക് സന്തോഷാവോ? ഇളയമ്മ എന്താ പറഞ്ഞത്? സ്വത്ത് മുഴുവൻ അബിയുടെ പേരിലല്ലേ ഉള്ളത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. സ്വത്ത് എന്തിനാ അബി നമ്മുടെ പേരിലേക്ക് എഴുതുന്നത്? അതിനൊരു വഴിയുണ്ടടാ. ആ അബിയുടെ കാലില് വീണോ അവനോട് കെഞ്ചുകയോ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട. ഉടനെ തന്നെ അബിയെയും വസുവിനെയും കുട്ടികളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. പുറത്തിറക്കി വിട്ടിട്ട് തിരിച്ചു വിളിച്ച വരൂ ആന്റി. എന്തെങ്കിലും പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരണം. അബിയും വസുവും ഇവിടേക്ക് വന്നതിന് ശേഷം അവരെ നിങ്ങൾ സ്നേഹം കൊണ്ട് മൂടണം. അനുവും കീർത്തിയും പെൺകുട്ടികളാ. കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്കൊക്കെ പോകേണ്ടവരാ. ഈ സ്വത്തിൽ അവർക്ക് അവകാശമൊന്നുമില്ല. ആ ഉണ്ണി പോലും ഒരു അന്യനെ പോലെയാ. അവരെ ഈ സ്വത്തിൽ അവകാശമൊന്നുമില്ല. പിന്നെയുള്ളത് വസുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞാ. ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ നശിപ്പിച്ചേക്കാം. അപ്പോ മുഴുവൻ സ്വത്തിനും നിങ്ങൾ ഉടമസ്ഥരാകും. ആ പ്രോസസ്സിൽ വസുവിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അബി മൂന്നാമതൊരു കല്യാണം കഴിക്കില്ല. ആ ഉണ്ണിയെ അവന്റെ മുത്തശ്ശന്റെ വീട്ടിൽ കൊണ്ടുവിടാം. അബിയെ നിങ്ങളുടെ കൈക്കുള്ളിൽ വെച്ച് ഒരു കളി കളിക്കാം. അയാളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. ഇങ്ങനൊക്കെ ചെയ്യാൻ അമ്മ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അമ്മയുടെ കാര്യം എനിക്ക് വിട്. നിങ്ങളുടെ അച്ഛനാണെങ്കി വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുക. അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല. നിന്റെ അമ്മയെ ഞാൻ മാനേജ് ചെയ്തോളാടാ. സാവധാനത്തില് അബിയെയും വസുവിനെയും നിന്റെ അമ്മയ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ അമ്മയെ ഞാൻ കൈകാര്യം ചെയ്തോളാം.
അബിക്ക് പിൻഗാമി ഇല്ലാതാക്കി എല്ലാ സ്വത്തിനും നിങ്ങളെ അവകാശികളാക്കാം. പ്രായമായിട്ടും ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? വസുവിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നോ? നിങ്ങൾ വസുവിനെ കൂടെ കൊല്ലുമല്ലേ? അബിയുടെ പിൻഗാമിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? അമ്മയുടെ മനസ്സ് മാറ്റുമെന്നോ? സ്വത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഇത്രയും തരം താഴുകയാണോ? ഇപ്പൊ തന്നെ ഞാൻ അമ്മയോട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പോയി പറഞ്ഞു കൊടുക്കും. ഏട്ടാ, ഏട്ടാ. വിടേട്ടാ. വാ തുറന്ന നിന്നെ കൊന്നുകളയും ഞാൻ. നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചേക്കുന്നേ? ഞാനൊരു പൊട്ടനാണെന്നോ? നീ ഞങ്ങൾ ഒറ്റ കൊടുക്കും അല്ലടി? ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഏട്ടാ. സ്വത്തിന് വേണ്ടി ഇത്ര ക്രൂരമായിട്ട്. വായടക്കടി. ഏട്ടാ, നീ എന്തറിഞ്ഞോണ്ടാടി? ഞങ്ങളുമായിട്ട് ഒരു രക്തബന്ധവും ഇല്ലാത്ത ഒരുത്തൻ എവിടുന്നോ കയറി വന്നവൻ, ഒരു അനാഥ ചെറുക്കൻ. അവൻ ഇത്രയും നാളും ഞങ്ങളെ ഭരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നും എത്രത്തോളം അപമാനം സഹിച്ചെന്നും ഏതൊക്കെ തരത്തിൽ വിഷമിച്ചെന്നും നിനക്കറിയില്ലല്ലോ. അബി എന്ത് ചെയ്താലും ഏട്ടന് നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്. അവന്റെ പേരിനെ ഒരിക്കൽ കൂടി പറഞ്ഞ നിന്നെ കൊന്നുകളയും ഞാൻ. അവൻ ഞങ്ങൾക്ക് എന്ത് നല്ലത് ചെയ്യാനടി? ഞങ്ങളെപ്പറ്റി ഞങ്ങൾ അമ്മയോടൊരു മോശം വാക്ക് നീ പറഞ്ഞ പിന്നെ താലി നിന്റെ കഴുത്തി കാണില്ല. സ്വയം ഷൂട്ട് ചെയ്ത് ഞാനങ്ങ് അവസാനിപ്പിക്കും. നിന്റെ മക്കൾക്ക് പിന്നെ അച്ഛനുണ്ടാവില്ല. ഓടി. ഇവിടെ കേട്ടതെല്ലാം ഇവിടെ തന്നെ അങ്ങ് മറന്നിക്ക. നീ ഞങ്ങളെ കൂട്ടത്തിൽ ചേർന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ വഴിക്ക് കുറുകെ വന്ന എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇതാ നിനക്ക് തരുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. ഇറങ്ങി പോടി വിടുന്നു. എടാ ഭാസ്കർ മോനെ, നിന്നെപ്പറ്റി ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. നിനക്ക് എന്റെ സ്വഭാവം തന്നെയാ കിട്ടിയിരിക്കുന്നെ. ഇത്രയും കാലമായിട്ട് നിന്റെ ഉള്ളിലൊരാണിനെ ഞാൻ ഇപ്പോഴാ കാണുന്നേ. അതെ ഏട്ടാ, ഏട്ടൻ ഇതുപോലെ ആദ്യമേ പെരുമാറിയിരുന്നെങ്കിൽ ഏട്ടത്തി ഏട്ടനെ എതിർത്ത് സംസാരിക്കുമായിരുന്നില്ല. ഏട്ടന്റെ കൺട്രോളിൽ തന്നെ നിൽക്കുമായിരുന്നു.
ഇപ്പൊ നീയായിട്ട് എനിക്കും ഇൻസ്പിറേഷൻ. അപ്പോ നീയും എന്നെ ഇതുപോലെ തല്ലൂന്നാണോ? എന്റെ വാക്ക് നീയും കേട്ടില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും അനുഭവം. നിന്റെ മോമിന്റെ ആഗ്രഹം എനിക്ക് സ്വത്തുണ്ടായിരിക്കണമെന്നല്ലേ? അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. തടസ്സമായി വന്നേക്കരുത്. എടാ കൊച്ചുമനെ, അവള് നമ്മുടെ കക്ഷിയാടാ. നമുക്കെതിരെ അവൾ ഒരിക്കലും തിരിയില്ല. ഞാനിപ്പോ പറഞ്ഞ പ്ലാന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ സ്വത്ത് മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നു ചേരും. ആലോചിച്ച് നോക്ക്. ഈ സ്വത്തുക്കളെല്ലാം തന്റേത് മാത്രമാണെന്നും ഇതിന്റെ ഏക അവകാശി താൻ മാത്രമാണെന്നും അവിക്ക് പണ്ടേ അറിയാമടാ. അതെ ഏട്ടാ. എന്താ എടുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നേ? സ്വത്ത് മുഴുവൻ അബിയുടേതാണോ? പാവം ഏട്ടനൊക്കിലും എത്ര വിഷമിക്കുന്നുണ്ടോ എന്തോ. എന്ത് ചെയ്യാൻ എടുത്തി? സത്യം പറഞ്ഞ അബി അവിടെ സന്തോഷിച്ചിരിക്കായിരിക്കും. ഈ കാര്യം ഏട്ടനും അഖിലും അറിയാതിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു വസുന്ധര. അവൻ സന്തോഷായിട്ടിരിക്കാനല്ലേ ഒരു വാക്ക് പോലും മറുത്തു പറയാതെ ഈ വീട് വിട്ട് ഭാര്യയും കുട്ടികളുമായിട്ട് അവൻ പുറത്തേക്ക് പോയത്. ഈ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ സ്വത്ത് ഭാസ്കറിന് അഖിലിനും പങ്കുവെച്ച് കൊടുക്കേണ്ടി വരില്ലേ? എല്ലാ സ്വത്തുക്കളും അഖിലിനും ഏട്ടനും വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ തനിക്ക് വിഷമൊന്നും ഉണ്ടാവില്ലല്ലോ. അബിക്ക് സ്വത്ത് വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ വസു അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അന്നൊരു ദിവസം അഖിൽ ഇവന്റ് ചെയ്യാൻ 10 ലക്ഷം രൂപ ചോദിച്ചപ്പോ വസു കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് ഞാൻ അങ്ങനെ ചെയ്തത് അഖിലിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. ഇപ്പൊ പോലും ഞാൻ ഏട്ടനോട് എന്ത് പറയുന്നറിയോ? ഉടനെ തന്നെ ഏട്ടൻ സ്വത്ത് കൊടുത്താ അവരെ കൊണ്ട് അത് സൂക്ഷിക്കാൻ കഴിയില്ല. താൻ പറഞ്ഞത് ശരിയാ. അന്നും അഖിലൊരു പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കിയതാ. ഉടനെ സ്വത്ത് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അഖിൽ അതെല്ലാം വിറ്റുകളഞ്ഞ് മുഴുവൻ ചെലവാക്കി തീർത്ത് കടക്കാരനായി തീരും. അതുപോലെ ഏട്ടന് പോലും പണം മാനേജ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെ 100 കാരണങ്ങൾ പറഞ്ഞോണ്ടിരിക്കയെടുത്തി സ്വത്തിൽ ഒരു അംശം പോലും കൊടുക്കാൻ സമ്മതിക്കില്ല. ഭാസ്കറും അഖിലും ഭിക്ഷ എടുക്കേണ്ടി വന്നാലും ശരി, നയാ പൈസ പോലും കൊടുക്കില്ല. ശരിക്കും അവര് വീട് വിട്ട് പുറത്തേക്ക് പോയത് സ്വത്ത് അവരുടേതാണെന്നുള്ള ധൈര്യത്തിലാ. ആ ധൈര്യം നഷ്ടപ്പെടാൻ പാടില്ല ഏട്ടാ. അതേസമയം സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ല. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. സ്വത്ത് ഭാസ്കരേട്ടന്റെ പേരിലും അഖിലിന്റെ പേരിലും എഴുതുന്നതിനേക്കാളും അവരുടെ കുട്ടികളുടെ പേരിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പൊ സ്വത്തുക്കൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടും ഏട്ടാ. അതൊരു നല്ല കാര്യമാണ് വസുന്ധര. സ്വത്തുക്കൾ കുട്ടികളുടെ പേരിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ഭാവിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇത്രയും നാളും ആ 3 പേര് ഏട്ടത്തിയുടെ മക്കളാണെന്നും പറഞ്ഞ് 3 പേരെയും ഒരുപോലെ നോക്കി. എന്നാൽ ഇപ്പോ അഭി ഏട്ടത്തിയുടെ മക്കളെ കുറിച്ച് ആലോചിക്കാതെ അവന്റെ 3 മക്കളെയും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയും പറ്റിയാ ആലോചിച്ചോണ്ടിരിക്കുന്നേ. എത്രയും പെട്ടെന്ന് തന്നെ ഭാസ്കരേട്ടന്റെ മക്കളുടെ പേരിലും അഖിലിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലും തുല്യമായിട്ട് സ്വത്തുക്കൾ എഴുതി വെക്കാം. നാളെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കണം. നല്ല കാര്യങ്ങൾ നീട്ടി വെക്കരുതെന്ന് പറയാറുണ്ട്. നാളെ തന്നെ അത് ചെയ്യണം. ഇന്നത്തേക്ക് വിട്ടേക്ക് എടുത്തി.
നാളെ മുതലെങ്കിലും ഏട്ടത്തിയുടെ 2 മക്കളെ പറ്റി ആലോചിക്കും. അന്യൻ എപ്പോഴും അന്യൻ തന്നെ ആയിരിക്കും. ഒരന്യനും നമ്മളെ കുടുംബത്തിലെ ആളാവില്ല. ഭാസ്കറിനെ അഖിലിനേക്കാളും അഭി വലിയ ആളൊന്നല്ല. ആദ്യ ഏട്ടത്തിയുടെ വയറ്റിൽ ജനിച്ച മക്കള്, അതിനുശേഷമേ ഉള്ളൂ വളർത്തു മകൻ. പറഞ്ഞത് മനസ്സിലായോ ഏടത്തി? നാളെ എൻ്റെ അമ്മ ഒരുപാട് സന്തോഷിക്കാം വസുന്ധര. അമ്മയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അമ്മേ, അച്ഛാ, ഒന്ന് വേഗം പുറത്തേക്ക് വന്നേ. അമ്മേ, എന്താ ഉണ്ണി, എന്തു പറ്റി? എന്ത് പറ്റി ഉണ്ണി? ആരാ നമ്മുടെ വീട്ടിലേക്ക് വന്നെന്ന് നോക്കിയേ. ആരാ വന്നിരിക്കുന്നേ? വാ അച്ഛാ, കാണിക്കാം. വാ വാ. ഏട്ടാ, അഖിൽ, കാർത്തികേ, എന്തിനാ പുറത്തേക്കുന്നത്? അകത്തേക്ക് വരൂ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയാതെ ഞങ്ങൾ വീട്ടിലേക്ക് വരില്ല ബി. അതിന് മാത്രം എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തേ? ഞങ്ങൾ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് ഇപ്പൊ മനസ്സിലായി ഏട്ടാ. ഞങ്ങളോട് ക്ഷമിച്ചു എന്ന് ഒരേ ഒരു വാക്ക് പറ അഭിയേട്ടാ. നമുക്കിടയിൽ മാപ്പ് പറച്ചിലൊക്കെ എന്തിനാ അഖിൽ? ഭാസ്കരേട്ടാ, അകത്തേക്ക് വാ. അഖിൽ വാ. കാർത്തിക വന്നേ. വാ വാ, എല്ലാരും അകത്തേക്കോ. വാ, എഴുന്നേക്ക് വാ, അകത്തേക്കോ. വാ 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 ഏട്ടാ, കയറി വാ. അഖിൽ ഇരിക്കേട്ടാ. ഏട്ടാ, ഏയ് അഖിൽ, ഞങ്ങളോട് ക്ഷമിക്കേട്ടാ. എന്താ മോനെ ഇത്? കാർത്തിക എഴുന്നേക്ക്. എന്താ അഖിൽ, എന്താ കാർത്തിക ഇത്? എനിക്ക് നിന്നെക്കാളും പ്രായം കൂടുതലായതുകൊണ്ട് നിന്റെ കാലിൽ എനിക്ക് വീഴാൻ കഴിയില്ല ബി. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കടാ. ഏട്ടാ, എന്താ ഏട്ടാ ഇത്? അഹങ്കാരം കൊണ്ട് ഞങ്ങൾ എത്ര വലിയ തെറ്റാ ചെയ്തെന്നും ഇപ്പൊ മനസ്സിലായി ഏട്ടാ. അച്ഛൻ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തന്നു ബി. നീ എത്ര നല്ലവനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. നല്ലവരെന്ന് എന്നെയല്ല പറയേണ്ടത് ഏട്ടാ. നമ്മളെ 3 പേരെയും ഒന്നുപോലെ നോക്കിയ അമ്മയും അച്ഛനെയാണ് പറയേണ്ടത്. സ്വത്ത് മുഴുവനും ഞങ്ങൾക്ക് തന്നിട്ട് എന്തിനാ ഏട്ടാ ഈ ചെറിയ വീട്ടിൽ കഴിയുന്നേ? ഈ വീട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അഖിൽ. ഇങ്ങനെയൊരു വീട്ടില് നിങ്ങൾ താമസിക്കാൻ പാടില്ല. അതെ വസു, നിങ്ങളെ വീട്ടിൽ തന്നെയാണ് നിങ്ങൾ താമസിക്കേണ്ടത്. ആ വീട് നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ വന്നേ. ഞങ്ങളാ വേറെ വീട്ടിലേക്ക് പോവേണ്ടത്. എന്താ ഏട്ടാ ഇത്? എന്തിനാ എന്റെ വീട് നിന്റെ വീടെന്നൊക്കെ? നിങ്ങൾ എന്തിനാ വേറെ വീട്ടിലേക്ക് പോകുന്നേ? അത് നമ്മുടെ വീടാണ്. നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോഴല്ലേ ഏടത്തി അത് നമ്മുടെ വീടാവൂ. നിങ്ങളൊന്നും ഇല്ലാതെ ആ വീടേ അല്ലാതായി മാറി. ശരിക്കുമുള്ള സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണോ അബി? നിന്റെ വീട്ടിൽ നീ തന്നെയാ താമസിക്കേണ്ടത്. എന്റെ ഉള്ളിൽ ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടില്ല. ആ വീട്ടിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്.
ഞങ്ങൾ ആ വീട്ടിലുണ്ടാവണമെങ്കിൽ ഏട്ടനും ഏട്ടത്തിയും ആ വീട്ടിലുണ്ടാവണം. ആ, ഞങ്ങളിവിടെ നല്ല സന്തോഷമായിട്ടായിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല അവിടെ. സന്തോഷമായിട്ട് കഴിയാൻ പറ്റുന്നില്ല. സംഭവിച്ചതെല്ലാം മറന്നിട്ട് ദയവ് ചെയ്ത് നീ തിരിച്ച് വീട്ടിലേക്ക് വരണം. നമ്മൾ മൂന്നുപേരും വേറെ വേറെ അല്ല. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മാത്രം മക്കളും നീ വളർത്തു മകരൊന്നും അല്ല അബി. നമ്മൾ മൂന്നുപേരും